അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു ഓട്ടവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമേരിക്കൻ്റെ ബസ്സൊക്കെ എടുത്തിട്ടാണ് നമ്മളപ്പോൾ പോകാൻ പോകുന്നത്. ഈ റേഡിയോ ഒക്കെ ഓഫാക്കാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് റേഡിയോ ഒന്നും ഇഷ്ടമല്ലല്ലോ. ലൈറ്റൊക്കെ ഇട്ടേക്കാം. കുറച്ച് വൈപ്പർ ഇട്ട് നമുക്ക് നെയിം ബോർഡൊക്കെ കളറാക്കി പോകും. ഏത് നെയിം ബോർഡ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നമ്മൾ ഇത്ര ദിവസം നമ്മൾ ചെയ്തുകൊണ്ട് ഓർഡർ കിട്ടിപ്പോയി. നമ്മൾ ഇതൊക്കെ തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ ടൂർ തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് എന്തായാലും പോകും നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്യാരേജിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ടൂറിന് പിള്ളേരെടുക്കാനുള്ളത്. എനിക്കറിയത്തില്ല, ഓണർ വിളിച്ചു പറഞ്ഞതാണ് ചെല്ലണം. അതുകൊണ്ട് കോളേജിൽ പോകണം എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. പുതിയ ബസ്സാണ് അമേരിക്കൻ്റെ, നമ്മളെ ജോണിൻ്റെ ബസ്സാണിത്. അപ്പോൾ ഓട്ടോ ഉള്ളവരൊക്കെ വിളിച്ചാൽ മതി, നമ്മൾ സെറ്റായിട്ട് വരും. വളഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ടെർമിനലിലോട്ട് പോകാനുള്ളതാണ്. നമ്മൾ ആൾക്കാരെടുക്കാനുള്ള ബസ്സൊക്കെ എത്തി. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു പണി കിട്ടിയത്. ഗേറ്റ് ചെറുതാണ്, അത്യാവശ്യം ചെറുത്. പുതിയ വണ്ടിയാണ്, നമുക്ക് അങ്ങനെ കുറച്ച് വരാനും പറ്റത്തില്ല. അപ്പോൾ നോക്കിയാൽ പറ്റത്തില്ല. പിന്നെ നമ്മളവിടെ നല്ല പണി ചെയ്യും, എല്ലാ രീതിക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അതീരെ വെട്ടി വെച്ചിട്ട് ചെയ്യണൊക്കെ നമ്മൾ കുറച്ചില്ല. എന്തായാലും നമ്മൾ നല്ല പണിയുണ്ട്. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ നമ്മൾ നോക്കാം. എന്തായാലും നമുക്ക് ഇവിടെ പറ്റില്ല. ഇത്രയുള്ളൂ, ഇത്രയുള്ളൂ. ഇത് നമ്മളെ സ്കൂൾ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഓട്ടോ വിളിച്ചാൽ ഇതാണ് നമ്മൾ ബസ് കാണാത്തവരായിട്ടാണ് എല്ലാവരും ഇന്ത്യയിൽ സ്കൂളിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും വിളിക്കുക, കൊണ്ട് ഓട്ടം തുടങ്ങാം. പിള്ളേരെല്ലാം പവറാണ്. എന്തായാലും ട്രെയിനൊക്കെ അടിച്ചൊക്കെ പോവാം. ഇതെന്താണ് ലോറി കൊണ്ടിട്ടേക്കുന്നത്? കുറേ മണി കേട്ടോ ഓടിക്കാത്ത. നമുക്ക് ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. അപ്പോൾ അടുത്തത് ഏത് ബസ് വേണമെന്ന് നമ്മൾ കമൻറ്റ് ചെയ്താൽ ആ ബസ്സിട്ട് നമ്മൾ എന്തായാലും പോകുന്ന ആ ബസ്സിലായി നമ്മൾ അടുത്തിട്ട് പോകും. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കമൻറ്റ് ചെയ്ത് ആ ബസ്സായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ടൂറൊക്കെ ചേട്ടായി പിള്ളേർ ചില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എല്ലാ പിള്ളേരും. ഫോണാണ്. നമ്മളെ ക്യാബിനൊക്കെ ഇതാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്യാബിനാണ്. ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിനൊക്കെ ഓടിക്കും. ചിലവരൊക്കെ ഇതൊക്കെയാണ്. ഞാൻ ചിലർക്ക് ബുദ്ധിമുട്ടൊക്കെയാണ്. ഇവിടെ നമ്മൾ ക്യാരേജും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും നമുക്കിനി പോയി നോക്കാം. ഇതാണ് മാറി ഫോൺ അടിച്ചിട്ട് അങ്ങോട്ട് മാറിച്ചു. അത്ര ഉള്ളൂ. നമ്മളെ ലൈലാൻ്റെ വണ്ടിയായി മാറിയാണ് ഇത്. ഈ സ്റ്റിയറിംഗിൽ ആ ഫ്ലാഗിലേക്ക് ചെല്ലിടിച്ചിരിക്കുന്ന ആ ഡിസൈനാണ്. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ വൈപ്പർ ഓണാക്കേണ്ട സമയമായിരിക്കുന്നു. മഴ വന്നു. മഴ വരുമ്പോൾ ഫുൾ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മൾ അത്യാവശ്യം സേഫായിട്ട് ഓടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പിൽ കൂടെ പോകുന്ന ബസ്സിൻ്റെ പേരെന്തോ ഇതെനിക്ക് തോന്നുന്നു ഇന്ത്യൻ ബസ്സാണെന്ന്. KSRTC പോലത്തെ ബസ്സാണെന്നാണ് തോന്നുന്നത്. ബസ് എന്ന് പറയുന്നതിൻ്റെ പേര് ദിയ മച്ചുമ. നല്ല ട്രാഫിക്കുണ്ട്. അപ്പം എടുത്തൊക്കെ പോകും. ഓക്കെ 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 ഓക്കെ. അതേപോലെ അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു. ഈ റൂട്ടൊന്നുമില്ല. ഇന്ന് നമ്മൾ ഫുൾ പാർട്ട് 1 ആണ്. അപ്പോൾ പാർട്ട് 2 ഇന്ന് കുറച്ച് കണ്ട് പാർട്ട് 1 അവരെ ബോർഡിൽ എത്തിക്കുന്നവരെ കാണാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാപ്പ് നോക്കിയിരിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. പിള്ളേർക്കെല്ലാം DJ ആണ് വേണ്ടത്. നമ്മൾ ബസ്സിൽ DJ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് വിഷയമില്ല. പെട്രോളൊക്കെ അടിക്കണം. പെട്രോൾ പമ്പാകുമ്പോൾ നമ്മൾ ഒന്നിൽ പെട്രോൾ അടിക്കും. അപ്പോൾ നമുക്ക് ഒരു ലിറ്റർ ബാക്കിയുള്ള പെട്രോൾ അടിക്കും. നല്ല വില കിട്ടുന്നൊക്കെ എൻ്റെ വിചാരം. അതെ, സൂപ്പറാണ്. എനിക്ക് ഇൻസൈഡ് മിററിൽ കൂടെ നോക്കി ഓടിക്കുന്നതാണ് ഗെയിം ഇഷ്ടം. മറ്റേ നമ്മുടെ ലെവൽ വരത്തിലാണ് ഇങ്ങനെ ഓടിക്കുന്നത്. ചോദിച്ചായിരുന്നു. എനിക്ക് വേറെ ചാനൽ ഇടാണ്ട്, അതിലായിരുന്നു ഞാൻ ഗെയിമിങ് ഇട്ടു. ആ ചാനൽ പോയാണ് ഇപ്പോൾ ഈ ചാനലിൽ ഗെയിമിങ് ഇടുന്നത്. പിന്നെ എന്നും സപ്പോർട്ടാണെങ്കിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു. നമുക്ക് എന്തായാലും കുറേ നേരം ഓടിച്ചു. അപ്പോൾ നമുക്ക് റെസ്റ്റൊക്കെ വേണം. വണ്ടി ചൂടാവുന്ന ഒന്നുമില്ല. നമ്മളിത് താജ്മഹലിൻ്റെ മോഡിലാണ് നമ്മൾ ഈ ബസ് എടുത്തിരിക്കുന്നത്. പ്രകാശനം തന്നെയാണ് ഈ ഓടി ചെയ്തിരിക്കുന്നത്. പ്രകാശനം ചെയ്തത് ഞാൻ കാണിച്ചതാണ്. ഒരു ഒതുക്കുമല്ലോ പോകും. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ കയറും. അപ്പോഴത്തേക്കും നമ്മൾ ഇതും ഞാൻ കാണിച്ചത്. നല്ല സ്പീഡ് കൊടുത്തിരിക്കും. സ്പീഡ് കുറയ്ക്കണം. പണിയിട്ടും വളവിൽ ബ്രേക്ക് കുടിക്കും. ചിലപ്പോൾ സ്ലിപ്പ്. അടുത്ത ബസ്സൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അടുത്ത ബസ് ഉറപ്പായിട്ട് നിങ്ങൾ പറയുന്ന ബസ്സിൽ ഞാൻ എന്തായാലും പോയി നോക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യും. എന്തായാലും നമ്മൾ സ്ഥലവും കാര്യങ്ങളൊക്കെ എത്തി. നല്ല സ്ഥലം, നല്ല ബ്യൂട്ടിഫുൾ. നമ്മളെ ബസ്സിൻ്റെ ഹെൽത്ത് 96% ഉണ്ട്. വലിയ തട്ടമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നമ്മൾ സ്ഥലം എത്തിയതുകൊണ്ട് ഇവിടെ എന്തോ
ഇതൊന്ന് ഇൻഡസ്ട്രി വിസിറ്റ് ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. പിന്നെ 10ലെ പഠിപ്പ് നിർത്തിയോണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ചോദിക്കാൻ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ടൂറിസ്റ്റ് ബസ് ഓടിയത്. ഇവിടെ എന്തോ കാര്യമോ നോക്കി വെക്കുന്നേ. ആദ്യം പറഞ്ഞാൽ ബസ്സിൻ്റെ പേപ്പർ ഇതാണ് നമ്പർ. ബെല്ലാം വെച്ച് ഇവരെന്തോ പഠിക്കാനുള്ള സ്റ്റഡീൻ്റെ എന്തോ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. വൈറ്റ് ഹൗസ് ആണ് ചോദിച്ചില്ല. എന്തായാലും ഞാൻ വേറെ കേട്ടെ. നമുക്കൊന്ന് വെളിയിലൊക്കെ ഇറങ്ങി നോക്കാം. ഇത് സാറമ്മ നടക്കാൻ പോയി പെൺചെറിയൊരു കാലം പിള്ളേരൊക്കെ പോകും. എൻ്റെ ഉള്ളിൽ ഇതൊക്കെ നമ്മുടെ ബസ്സിൻ്റെ സ്റ്റീയർ വരുന്നത് ടൂറിൻ്റെ ആവശ്യം ബാൻഡൊക്കെ ഒന്ന് കളിക്കാൻ പാട്ടത്തേക്കല്ലേ ഇതൊക്കെ കയറി കണ്ടിന്യൂ നമുക്ക് നമ്മുടെ ബസ്സിൻ്റെ ഫോട്ടോ ഓക്കെ മണി സെറ്റപ്പ് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്